നല്ല ടേസ്റ്റുള്ള കയ്പില്ലാത്ത കുറുകിയ ചാറോടുകൂടിയ പാവക്കക്കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പാവക്ക വെച്ചൊരു നല്ല രുചികരമായ പുളിക്കറിയാണ്. ഇത് കയ്പ്പ് ഇല്ലാത്തൊരു ഇളം കളറിലുള്ള പാവക്കയാണ്. എന്നാലും കയ്പ്പ് വരണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഉപ്പിട്ട് വിരവിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് കഴുകി പിഴിഞ്ഞെടുക്കണം. ഈ കറി കൂട്ടി കഴിച്ചവർ ആരായാലും പറയും ഇത് പാവക്ക വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കും. അത്രയ്ക്ക് കയ്പില്ലാത്ത കറിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി സവാള ഒരു സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നു. 5 അല്ലി വെളുത്തുള്ളി, അത് 2 പീസായിട്ട് എടുത്താൽ മതി. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, വാളംപുളി ഒരു ചെറിയ കഷ്ണം, അതിൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പൊടികളാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകായതുകൊണ്ടാണ് ഇത്ര ഇട്ടത്, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചിട്ടാൽ മതിയാണ്. മഞ്ഞൾപ്പൊടി 1 അര സ്പൂൺ, 2 ഉലുവ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള വെള്ളം, കടുക്, ഇത്രയുമാണ് ആവശ്യം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അടുപ്പ് കത്തിച്ചതിന് ശേഷം ഇതിലുള്ള വെള്ളം മൊത്തം വറ്റി പോകണം. അതുവരെ ഈ പാവക്ക ഞാനൊന്ന് നല്ലവണ്ണം കഴുകി കൊണ്ടുവരാം. പിന്നെ ചീനച്ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് പാവക്ക ഇട്ടപ്പോഴേക്കും അത് വീഡിയോ ഓഫായിപ്പോയി, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. എണ്ണയിൽ ഞാൻ ഇച്ചിരി പാവക്ക ഇട്ട് നല്ലവണ്ണം വഴറ്റി എടുക്കുകയാണ്. ഇത് ചെറുതായിട്ട് വഴന്ന് വരുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി 2 ആക്കി എടുത്ത് അതിലിട്ട് കൊടുക്കാം. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 2 ആക്കി ഇടുന്നത്. 2 ആക്കിയോ 4 ആക്കിയോ എന്താ നിങ്ങളുടെ സൗകര്യം, അതുപോലെ ഇട്ട് കൊടുക്കാം. കടുക് നല്ല പൊട്ടി വരുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കും. കുറച്ച് സമയം വഴറ്റി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയും സവാളയും എല്ലാം നല്ലപോലെ വഴന്ന് കിട്ടും. സവാളയുടെ ഒപ്പം തന്നെ ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞ് അങ്ങനെ അരിയാതെ ഇട്ട് കൊടുത്താൽ അത് നല്ലതായിരിക്കും. നമ്മൾ കറി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഒരു 5 മിനിറ്റ് നല്ലപോലെ വഴറ്റിയെടുക്കാം. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കാം. മൂപ്പിച്ച് എടുക്കാം. ഇനി വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്ന വാളംപുളി ഒന്ന് പിഴിഞ്ഞ് ഇട്ടു.
നല്ല ടേസ്റ്റുള്ള പാവക്ക കറിയാണിത്. തീ കുറച്ച് വെച്ച് വേണം കൊടുക്കാൻ. ഇടയ്ക്കൊന്ന് നല്ലപോലെ തുറന്ന് നല്ല ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും നല്ല തിളച്ച് ഒരു 6-7 മിനിറ്റ് തിളച്ച് വരുമ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയിട്ട് ഉണ്ടാവും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ ഇങ്ങനെ വെച്ചേക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുവരെയും ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇത്രയും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പാവക്ക ആയതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാലേ രുചി വരുള്ളൂ. ഇനി ഇത് കുറച്ച് നേരം നല്ലപോലെ തിളപ്പിക്കാൻ വെക്കണം. ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഗ്രേവി എല്ലാം നല്ല കുറുകി നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. നല്ല കുറുകി വന്നിട്ടുണ്ട്. മസാലയും എല്ലാം പാവക്കയിൽ പിടിച്ച് കാണും. ഇപ്പം ഇടയ്ക്ക് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രേവി ഇപ്പോൾ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കുറുകിയ രീതിയിലാണ് വന്നിട്ടുള്ളത്. പുളി കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ പുളി ഇട്ട് കൊടുക്കാം. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. പാവക്കയുടെ കയ്പ്പ് അറിയേയില്ല. അത്രയ്ക്ക് രുചിയുള്ള പാവക്കക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ. അടുപ്പ് ഞാൻ അണച്ചു കൊടുക്കുകയാണ്. കറി നല്ല ടേസ്റ്റ് ഉള്ളതും നല്ല കുറുകിയതും ആയ പരുവത്തിലായിട്ടുണ്ട്.